സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവ സ്നേഹമെത്ര സുന്ദരം, ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം. എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എൻ്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുൻപിൽ കാഴ്ചയേകിടാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരു അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വലിയ കൃപകൾക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ധ്യാനിക്കാം. അതിനായി നിങ്ങളേവരെയും വീണ്ടും വരുന്നവനായ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ഒരു ശ്രേഷ്ഠ ശുദ്ധീകരണം എന്നുള്ള ഭാഗത്തെ ആസ്പദമാക്കി ചിന്തിക്കാം. ചിന്തയ്ക്കായി നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം യോഹന്നാന്റെ സുവിശേഷം 13-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യം ഇപ്രകാരം പറയുന്നു: അവൻ അവരുടെ കാൽ കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നത് എന്ന് അറിയുന്നുവോ? നമ്മളെല്ലാവരും പാപികളാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. ദൈവത്തിൻ്റെ വചനം പറയുന്നു, എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പാപത്തിൽ നിന്നും ഒരു നിത്യജീവനിലേക്കുള്ള ആവശ്യകത നമുക്കെല്ലാവർക്കുമുണ്ട്. പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എന്ന് റോമർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ പാപം ചെയ്തു കഴിഞ്ഞാൽ പാപം ചെയ്യുന്ന ദേഹി മരിക്കണം. എന്നാൽ അതിൽ നിന്നും നമുക്ക് നിത്യജീവൻ പകരുന്നത് കർത്താവ് യേശുക്രിസ്തുവാണ്. അതിനുവേണ്ടി നമ്മൾ ഒരു ശുദ്ധീകരണത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു ചെല്ലേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. ഇനി നമ്മൾ വലിയ ധനികനായ ഒരു വ്യക്തിയാണ് എന്ന് ചിന്തിച്ചു കൊള്ളുക. അങ്ങനെ ധനികനായിരിക്കുന്ന ഒരു വ്യക്തിയായ ഞാൻ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും നമ്മുടെ പാപ അവസ്ഥയിൽ നിന്നും മോചനം നേടുന്നതിന് വേണ്ടി വളരെ വിലപിടിപ്പുള്ള ഒരു വാഷ് ടബ് അത് വാങ്ങി അതിൽ നമ്മൾ സ്നാനമേറ്റു എന്ന് ചിന്തിക്കുക. ഒരിക്കലും നമ്മുടെ പാപങ്ങളെ നമുക്ക് കഴുകിക്കളയുവാൻ സാധ്യമാവുകയില്ല. നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ഹൃദയ പരിച്ഛേദനയാണ് നമുക്ക് ശുദ്ധീകരണം നൽകുന്നത്. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പാപം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ചത്, എൻ്റെ ഹൃദയത്തെ അല്ലെങ്കിൽ എൻ്റെ അന്തരംഗങ്ങളെ അവിടുന്ന് കഴുകി സൂക്ഷിക്കണമേ എന്ന്. അതുപോലെ ദാവീദ് രാജാവ് ദൈവത്തോട് പറയുന്നു, എന്നെ നന്നായി കഴുകി അവിടുന്ന് ശുദ്ധീകരിക്കണമേ എന്ന്. ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ ദാവീദ് രാജാവിൻ്റെ മനസ്സിൽ കുറ്റബോധം ഉണർന്നപ്പോൾ, അല്ലെങ്കിൽ നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദ് രാജാവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, ദാവീദ് രാജാവ് വലിയൊരു പാപം ചെയ്തിരിക്കുന്നു, അതിൽ നിന്നും ദാവീദ് രാജാവ് മോചനം നേടേണ്ടതിൻ്റെ ആവശ്യകതയോടെ അവിടെ ഉണർത്തിച്ച് നൽകുമ്പോൾ ദാവീദ് രാജാവ് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നമ്മൾ നമ്മുടെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണത്തിൻ്റെ ആവശ്യകത, അത് ശുദ്ധീകരണം ഉണ്ടാവുകയുള്ളൂ. ഇനി നമ്മൾ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതം ചിന്തിക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുകയാണ്, അവിടെ എന്നെ പൂർണ്ണമായും കഴുകണമേ എന്ന്. കർത്താവ് യേശുക്രിസ്തു പത്രോസിൻ്റെ പാദങ്ങളെ കഴുകുവാൻ ചെല്ലുന്ന സമയത്ത് പത്രോസ് കർത്താവ് യേശുക്രിസ്തുവിനോട് പറയുകയാണ്,
എന്നെ പൂർണ്ണമായും അവിടുന്ന് കഴുകണമേ എന്ന്. എന്നാൽ കർത്താവ് യേശുക്രിസ്തു പത്രോസിനോട് പറയുകയാണ്, കുളിച്ചിരിക്കുന്ന നിന്റെ കാല് മാത്രം നീ ശുദ്ധീകരിച്ചാൽ മതി. കാരണം നീ പുറത്തിറങ്ങി നടക്കുമ്പോൾ നിന്റെ കാലാണ് അശുദ്ധമാവുന്നത്, അല്ലെങ്കിൽ പൊടിയും മറ്റ് മാലിന്യങ്ങളും കൊണ്ട് നിറയുന്നത്. അതുകൊണ്ട് നിന്റെ കാല് മാത്രം കഴുകിയാൽ മതി എന്ന്. അപ്രകാരത്തിൽ തന്നെയാണ് കർത്താവ് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഹൃദയങ്ങളിൽ പലവിധമായിട്ടുള്ള മാലിന്യങ്ങൾ അടിയുമ്പോൾ നമ്മളും നമ്മെ തന്നെ കഴുകേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറച്ച് നമ്മുടെ ആ പാപ അവസ്ഥയെ മാറ്റിയെടുക്കേണ്ടത് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് യേശുക്രിസ്തു ആകുന്ന, അല്ലെങ്കിൽ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ രക്തത്താൽ നമ്മൾ നമ്മെ തന്നെ ശുദ്ധീകരിച്ച്, നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമായ രീതിയിൽ മുന്നോട്ട് നയിക്കാം. അതിനായി ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായിരിക്കുന്ന അടിയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവാം ദൈവമേ, ദാവീദ് രാജാവ് പാപം ചെയ്തപ്പോൾ അദ്ദേഹം സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, എന്നെ നന്നായി കഴുകണമേ എന്ന്. അടിയങ്ങളുടെ ഹൃദയങ്ങളെ കർത്താവേ അവിടുന്ന് ശുദ്ധീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നയിക്കുവാൻ എൻ്റെ ദൈവം അടിയങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കി അനുഗ്രഹിക്കണമെന്ന് അടിയങ്കായി കാൽവരിയിൽ മരിച്ചുയർത്തുന്നേക്കും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.